നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം പ്രതിപാദിക്കുന്ന വിഷയം 1201 മിഥുനമാസം 27-ാം തീയതി, അതായത് ഇംഗ്ലീഷ് മാസം 2026 ജൂലൈ മാസം 11-ാം തീയതി. ഇന്ന് ജൂലൈ മാസം 11-ാം തീയതി ശനിയാഴ്ചയാകുന്നു. മന്ദവാരം എന്നൊക്കെ നാം പറയും. ശനിവാരം, മന്ദവാരം, ശനിയാഴ്ച. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:13, അസ്തമയം വൈകിട്ട് 6:47. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 9 മുതൽ 10:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറ്. ഇന്നത്തെ തിഥി വളരെ ദുർബലമായ കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ്. ഇവിടെ ചന്ദ്രൻ ദുർബലമായി വരികയാണ്. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ കറുത്ത വാവായി അമാവാസിയായി. അതിനാൽ തിഥി വളരെ ദുർബലമാണ്. ഇന്നത്തെ നക്ഷത്രമാണെങ്കിലും കാലത്ത് ശനിയാഴ്ച 11:05 വരെ കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം നിങ്ങൾക്കറിയാം, ഒരു ശുഭകാര്യത്തിനും വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. കൃത്രിക, ഭാഗ്യം, മൂലാച്ച, മക, ചിത്രാച്ച, രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ ആദാതവ്യം നദാതവ്യം, വാങ്ങരുത്, കൊടുക്കരുത്. തച്ഛേഷന്തി വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയുന്നു. അതിനാൽ വാങ്ങാനും കൊടുക്കാൻ പറ്റാത്ത നക്ഷത്രമാണ് 11:05 വരെയുള്ള നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണ്. രോഹിണിയാണെങ്കിൽ നല്ലൊരു ശുഭനക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു. അതിനു മുമ്പ് ഇന്ന് കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ചയാണ്, കാർത്തിക നക്ഷത്രമാണ്. അതിനാൽ കൂവളമാല, ജലധാര വഴിപാടായി സമർപ്പിക്കുക. ചെറിയ മക്കളുടെ പേരിൽ കർഗഹോമം ചെയ്യുക. കാർത്തിക നക്ഷത്രക്കാരുടെ പേരിൽ, 11 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ. പിന്നീട് അങ്ങോട്ടേക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യാം. അപ്രകാരം കൂവളമാല, ജലധാര, ശംഖാഭിഷേകം ഇതൊക്കെ ചെയ്യാം. ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുക. അല്ലെങ്കിൽ ഓം നമഃ ശിവായ, ശിവപ്രീതികരങ്ങളായ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ജപിച്ചാൽ ഇന്നത്തെ ദിനത്തിന് വളരെ മാഹാത്മ്യം കൈവരുന്നതാണ്. വൈകിട്ട് പിന്നെ രോഹിണി നക്ഷത്രമാണ്. നിങ്ങൾക്ക് കൃഷ്ണക്ഷേത്രത്തിൽ എന്ത് വഴിപാടുകളും ചെയ്യാം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭമുഹൂർത്തം ശ്രദ്ധിക്കണം. കാലത്ത് 11:15 മുതൽ 12:15 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ്. നല്ല കാലഹോരയാണ്, നല്ല രാശിയുമാണ്. അതിനാൽ ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ രോഹിണി നക്ഷത്രത്തിലാകട്ടെ. രോഹിണി വിവാഹ നക്ഷത്രമാണ്, ചോറൂൺ നക്ഷത്രമാണ്, അന്നപ്രാശ നക്ഷത്രം എന്ന് പറയും. അപ്രകാരം തന്നെ വിവാഹ നിശ്ചയം, വിദ്യാരംഭത്തിനൊക്കെ തന്നെ രോഹിണി വളരെ ഗുണമാണ്. അതുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം രോഹിണിക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ നക്ഷത്രത്തിനായത്. കൃഷ്ണൻ ജനിച്ചത് കറുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയിലാണ്. അതുകൊണ്ടാണ് വിവാഹ മുഹൂർത്തത്തിൽ എപ്പോഴും കൃഷ്ണാഷ്ടമി എന്ന് പറയുന്നത്. കറുത്തപക്ഷത്തിലെ അഷ്ടമി വളരെ വിശേഷമാണെന്ന് പറയുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.